പയ്യന്നൂർ മണ്ഡലത്തിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എംഎൽഎയെ ബഹിഷ്കരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ പറഞ്ഞു. ചില പഞ്ചായത്തുകൾ ഇപ്പോൾ എംഎൽഎയെ ബഹിഷ്കരിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു സമീപനം ചിലപ്പോൾ ആത്മഹത്യാപരമായിരിക്കുമെന്ന് അവർക്കറിയാത്തതല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് പറയാനും പറ്റില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് എംഎൽഎ വഴിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുക. അപ്പോൾ സഹകരിക്കാതിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എംഎൽഎക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് അവർ ആ നിലപാട് തിരുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഞാൻ എംഎൽഎ എന്ന നിലയിൽ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രത്യേകമായ വിരോധമോ പ്രത്യേകമായ മമതയോ സ്വീകരിക്കാൻ സന്നദ്ധമാകില്ല. പക്ഷേ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത്, വികസന കാര്യത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് കൂടി ഉള്ളതാണ്. അത്തരത്തിലുള്ള സമീപനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഒരു സമീപനം ചിലപ്പോൾ ആത്മഹത്യാപരമാണെന്ന് അവർക്ക് അറിയാത്തതല്ല. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ വരുന്നത് എംഎൽഎ മുഖാന്തരമാണ്. സഹകരിക്കാത്ത പഞ്ചായത്തുകൾക്ക് ഇത് എങ്ങനെ നൽകാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ അവരത് തിരുത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് എംഎൽഎയെ ബഹിഷ്കരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എംഎൽഎ എന്ന നിലയിൽ താൻ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തോട് പ്രത്യേകമായ സ്നേഹമോ വിരോധമോ കാണിക്കില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഈ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന അവർക്ക് ഗുണമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ തിരുത്തുക എന്നർത്ഥത്തിലാണ് ആ കാര്യം പറഞ്ഞത്. അത് ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് പെരിങ്ങ മേഖല. അല്ല, അതെല്ലാം നമുക്ക് ബോധ്യമുള്ളതല്ലേ. പയ്യന്നൂർ 6 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി. അതിലൊരു പഞ്ചായത്ത് മാത്രമാണ് UDF ഭരിക്കുന്നത്. ബാക്കി എല്ലാം LDF ഭരിക്കുന്നതാണ്. അത് ഇന്ന പഞ്ചായത്ത് നിന്നില്ല, ചിലത് സഹകരിക്കുന്നുണ്ട്. LDF ഭരിക്കുന്ന ചില പഞ്ചായത്ത് സഹകരിക്കുന്നുണ്ട്, ചില പഞ്ചായത്ത് സഹകരിക്കാത്തതുണ്ട്. അത് തിരുത്തണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ആരെയും കുറ്റപ്പെടുത്താനല്ല. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ